ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കിയാലോ. നല്ലൊരു പുഡിങ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം കേട്ടോ. ഒരു കേക്കൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രോസസ്സിങ്ങിലോട്ട് കിടക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാക്കി ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുനാഫ ഡവ് ആണ് കേട്ടോ. ഇത് കഴിയുന്നത് വരെ ഇതിൻ്റെ റെസിപ്പികൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതാ കുറച്ച് പാലും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളുടെ പുഡിങ് ട്രേ ഉണ്ടല്ലോ, അതിലിത് മുഴുവനായിട്ടും നിരത്തി കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെങ്ങാണ്ട് ഒരു ലെവലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡാർക്ക് ചോക്ലേറ്റും പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കുനാഫൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇത് അതിൽ കാണുന്ന പോലെ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, രണ്ടാമത്തെ ലെയറായിട്ട്. പിന്നെ കുറച്ച് നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ, കടല, അത് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. കാണാൻ തന്നെ നല്ല ലുക്കില്ലേ, കഴിക്കാൻ എൻ്റെ പൊന്നോ അതിലേറെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അടിയിലൊന്നും ഇതാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഏതോ ഒരു പരസ്യത്തിൽ പറയില്ലേ, കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ടേ ഇരിക്കൂ എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ കുനാഫൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ ലുക്കില്ല അപ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. നമ്മളൊരു സാധനം ഉണ്ടാക്കി നോക്കിയിട്ട് അത് കഴിച്ചാലല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇതെന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് പറയുള്ളൂ കേട്ടോ. സത്യമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.